നാട്ടുകാരുടെ ക്ഷേമത്തിന് ഒരു MLA എന്ത് ചെയ്തെന്ന ചോദ്യത്തിന് ഇതൊരു ഉത്തരം തന്നെയാണ്. ഇതിന് മുഹമ്മദ് മുഹ്സിൻ MLAയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. മുങ്ങിമരണങ്ങൾ പതിവായ സാഹചര്യത്തിൽ വെള്ളക്കെട്ടിൽ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെ എല്ലാവരിലും നീന്തൽ വൈദഗ്ധ്യം ഉറപ്പുവരുത്താൻ പട്ടാമ്പിയിലെ ജനങ്ങൾക്കായി നീന്തൽ പരിശീലന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് MLA. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഫയർഫോഴ്സ്, നീന്തൽ പരിശീലകർ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പെരിക്കോട്ടുകുളത്തിലും മുതുതല പഞ്ചായത്തിലെ മാടായിക്കുളത്തിലും നീന്തൽ പരിശീലനം ആരംഭിക്കും. നീന്തൽ പരിശീലനം വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുങ്ങിമരണങ്ങൾ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ നിരന്തരമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിൻ്റെ ഒരു അപര്യാപ്തത വല്ലാതെയായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ പെരിക്കാട്ടുകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം തരക്കേടില്ലാതെ ചെറിയ തോതിലാണെങ്കിൽ പോലും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ വിപുലമാക്കിക്കൊണ്ട് എല്ലാ പ്രദേശങ്ങളിലുമുള്ള എല്ലാ പഞ്ചായത്തുകളിലുമുള്ള കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നീന്തൽ സാക്ഷരത ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പദ്ധതി പട്ടാമ്പി മണ്ഡലം തലത്തിൽ ആരംഭിക്കുകയാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാം. കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലാകും പരിശീലനം. വനിതാ പരിശീലകരും ഉണ്ടാകും. കൂടാതെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയുടെ സേവനവും ഉറപ്പാക്കും. കുട്ടികൾക്ക് നീന്തൽ അറിയാത്തതുകൊണ്ടുള്ള അപകടങ്ങൾക്ക് പരിഹാരം ലക്ഷ്യമിട്ടും ജലസാക്ഷരത ഉറപ്പുവരുത്തുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.